നമസ്കാരം. ലൈവ് അറ്റ് 6 സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കണ്ണൂർ കായലോട് നടന്നത് സദാചാര ഗുണ്ടായിസം എന്ന് പോലീസ്. SDPI ഓഫീസിലേക്ക് വിളിപ്പിച്ചത് സ്ഥിരീകരിച്ച റസീനയുടെ പിതാവ്. അവരുടെ ആൾക്കാർ വന്നപ്പോൾ അവൻ്റെ ബ്രദർ, വേറെ ആരോ ഒരു സുഹൃത്ത്, അവിടുത്തെ ഒരു വാർഡ് മെമ്പർ, ഇവരൊക്കെയാണ് വന്നതെന്നാണ് പറഞ്ഞത്. എനിക്ക് ആരെയും അറിയത്തില്ല. അപ്പോൾ പള്ളിൻ്റെ അടുത്ത് വാന്ന് പറഞ്ഞു. ഞാൻ പള്ളിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അവർ കൈകാട്ടി വിളിച്ചു, വാന്ന് പറഞ്ഞു. അപ്പോൾ SDPI ഓഫീസാണ്. ആൺ സുഹൃത്തിനെ പിടികൂടണമെന്നും കുടുംബം. കൂടുതൽ പ്രതികൾക്കായി അന്വേഷണം ഊർജിതം. സർക്കാർ ഗവർണർ പോര് കൂടുതൽ രൂക്ഷമാകുന്നു. ഗവർണറുടെ ചുമതലകൾ പാഠ്യവിഷയമാക്കുമെന്ന് സർക്കാർ. രാജ്ഭവനിൽ നിന്ന് ഔദ്യോഗിക പരിപാടികൾ ഒഴിവാക്കാനും നീക്കം. ഭാരതാംബയുടെ ചിത്രം മാറ്റില്ലെന്ന നിലപാടിൽ രാജ്ഭവൻ. SFI നടത്തിയ രാജ്ഭവൻ മാർച്ചിൽ സംഘർഷം. നിലമ്പൂരിലെ കണക്കുകളിൽ പ്രതീക്ഷ വെച്ച് മുന്നണികൾ. M സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം ഗുണകരമായെന്ന വിലയിരുത്തലിൽ CPM. 5000-ലധികം ഭൂരിപക്ഷം കിട്ടുമെന്ന് UDF. BJP വോട്ട് LDFന് ചോർന്നുവെന്ന സാധ്യത തള്ളാതെ മുസ്ലിം ലീഗ്. ഇറാൻ-ഇസ്രായേൽ സംഘർഷം രൂക്ഷമായി തുടരുന്നു. ഇസ്രായേലിന്റെ ഇന്റലിജൻസ് ആസ്ഥാനം ആക്രമിച്ചെന്ന് ഇറാൻ. യുദ്ധത്തിൽ പങ്കെടുക്കുന്നതിൽ 2 ആഴ്ചയ്ക്കകം തീരുമാനമെന്ന് അമേരിക്ക. ടെഹ്റാനിൽ ഇസ്രായേൽ വിരുദ്ധ ജനകീയ പ്രക്ഷോഭം. കോൺഗ്രസ് നേതൃത്വത്തെ അറിയിക്കാതെ കേന്ദ്ര സർക്കാർ പരിപാടിക്കായി ശശി തരൂർ വിദേശത്തേക്ക്. 2 ആഴ്ചത്തെ സന്ദർശനത്തിനായി റഷ്യയിലേക്ക് തിരിച്ചു. തരൂരിനെ കൂടുതൽ പ്രകോപിപ്പിക്കേണ്ടെന്ന നിലപാടിൽ കോൺഗ്രസ്. ലീഡ്സ് ടെസ്റ്റിൽ ഇന്ത്യക്ക് 2 വിക്കറ്റ് നഷ്ടം. KL രാഹുൽ 42 റൺസിന് പുറത്ത്. സായി സുദർശൻ അരങ്ങേറ്റം. 8 വർഷങ്ങൾക്ക് ശേഷം കരുൺ നായർ വീണ്ടും ടെസ്റ്റ് ടീമിൽ. വിശദമായ വാർത്തയിലേക്ക്. കണ്ണൂർ കായലോട്ട് ആൺ സുഹൃത്തിനോട് സംസാരിച്ചതിന് ആൾക്കൂട്ട വിചാരണ നേരിട്ടതിൽ മനം നൊന്ത് യുവതി ജീവനൊടുക്കിയ സംഭവത്തിൽ കൂടുതൽ പ്രതികൾക്കായി അന്വേഷണം ഊർജിതം. പോലീസ് കണ്ടെടുത്ത യുവതിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ സുഹൃത്തിനെതിരെ പരാമർശമില്ല. ആൾക്കൂട്ട വിചാരണയ്ക്കിരയായ ഇയാൾ ഒളിവിലാണ്. അതേസമയം പാർട്ടി എന്ന തലത്തിലല്ല, കുടുംബം എന്ന രീതിയിലാണ് ഇടപെട്ടതെന്നാണ് SDPIയുടെ വാദം. ആൾക്കൂട്ട വിചാരണയെ തുടർന്ന് യുവതി ജീവനൊടുക്കിയ കേസിൽ നിർണായകമായ ആത്മഹത്യാക്കുറിപ്പാണ് പോലീസ് കണ്ടെടുത്തത്. 3 പേജുള്ള കുറിപ്പിൽ ഒരിടത്തും യുവതിയുടെ ആൺ സുഹൃത്തിനെക്കുറിച്ച് പരാമർശമില്ല. സുഹൃത്തുമായി സംസാരിച്ചിരിക്കെ ഒരു സംഘമെത്തി ഭീഷണിപ്പെടുത്തുകയും പരസ്യവിചാരണ നടത്തുകയും ചെയ്തു. ഇവരുടെ വിശദാംശങ്ങൾ ആത്മഹത്യാക്കുറിപ്പിലുണ്ട്. യുവാവിനെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്യലിന് വിധേയമാക്കുകയും ക്രൂരമർദ്ദനത്തിനും ഇരയാക്കി. സദാചാര പോലീസിംഗ് നടന്നതിന് വ്യക്തമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു. മറ്റു തരത്തിൽ ഭീഷണിപ്പെടുത്തിയോ എന്നും അന്വേഷിച്ചു വരികയാണ്. തലശ്ശേരി ASPയുടെ നേതൃത്വത്തിൽ ഒരു ടീം നമ്മൾ ഈ കേസിന്റെ അന്വേഷണത്തിന് വേണ്ടി രൂപീകരിച്ചിട്ടുണ്ട്. ഇതിൽ കൂടുതലായിട്ടുള്ള പ്രതികളെ മനസ്സിലാക്കുന്ന പക്ഷം, കൂടുതൽ ഒഫൻസ് വെളിവാകുന്ന പക്ഷം അതിനെ തുടർന്നുള്ള സമഗ്രമായിട്ടുള്ള പോലീസ് നടപടി. റസീനയുടെ ബന്ധുക്കൾ ഉൾപ്പെടെ 3 പേരാണ് നിലവിൽ അറസ്റ്റിലായിരിക്കുന്നത്. ഇവർ SDPI പ്രവർത്തകരാണ്. പരമ്പായിലെ റഹീസ്, മുബഷീർ, ഫൈസൽ എന്നിവരെയാണ് ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തത്. ഇതിൽ ഇവരുടെ ബന്ധുവായ റഹീസ് ഉൾപ്പെടുന്നു. പ്രതികളുടെ ഫോൺ കോളുകൾ പരിശോധിച്ചതിൽ നിന്ന് കൂടുതൽ പേരുണ്ടെന്ന വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ മകൾ ആൾക്കൂട്ട വിചാരണ നേരിട്ടിട്ടില്ലെന്നും പോലീസ് അറസ്റ്റ് ചെയ്തവർ നിരപരാധികളെന്നുമാണ് റസീനയുടെ കുടുംബത്തിന്റെ പ്രതികരണം. യഥാർത്ഥ പ്രതികൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ പയ്യനെയും പിടിക്കണം. എന്താണ് അവരുടെ അടുത്ത് ഒന്നും സ്വർണ്ണമൊന്നും കണ്ടിട്ടില്ല, സ്വർണ്ണമൊന്നും ഇല്ല. ആകെ ഒരു കമ്മലാണ് അവർ അയച്ചു തന്നത് ഈ ഹോസ്പിറ്റലിന്. പിന്നെ അവർ ചെയിനുണ്ട്, അത് ശരിക്കും കാലിനുള്ള പാദസരം, അത് സ്വർണ്ണമല്ല. വേറെ സ്വർണ്ണമൊന്നും കിട്ടിയില്ല. കഴുത്തിൽ പോലും ഒന്നും കണ്ടില്ല. അപ്പോൾ സ്വർണ്ണമൊക്കെ കൊണ്ടുപോയിട്ടുണ്ടോ
ഇവരേതാണ്ട് ഒരു ഫണ്ട് നടത്തുന്നുണ്ട്, കുറേ സ്ത്രീകൾ കൂടി 1 ലക്ഷത്തിൻ്റെ, അത് 10 മാസത്തേക്കാണ്. അതിൽ 3 ആൾക്കാരെ ഇവിടെ കിട്ടിയിരിക്കുന്നു. ഇനി 2 എണ്ണം ചങ്ങായി എന്നും പറഞ്ഞിട്ടാണ് അതിൽ. അത് ഏതിലാണ് അവരെഴുതി വെച്ച ഇതൊന്നും എനിക്കറിയത്തില്ല. അതേസമയം മധ്യസ്ഥ ചർച്ച എന്ന നിലയിലാണ് ഓഫീസിൽ വേദിയൊരുക്കിയതെന്നാണ് SDPIയുടെ വിശദീകരണം. ഓഫീസിലെ ചർച്ചയുടെ ദൃശ്യങ്ങൾ ആരോപണ വിധേയരായവർ തന്നെ പുറത്തുവിട്ടു. എന്നാൽ കേസിൽ ആരോപിക്കപ്പെടുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. ന്യൂസ് 18 കണ്ണൂർ. ഭാരതാംബ ചിത്ര വിവാദത്തിൽ വിട്ടുവീഴ്ച വേണ്ടെന്ന നിലപാടിൽ ഗവർണറും സർക്കാരും. ഭാരതാംബയുടെ ചിത്രം മാറ്റാൻ സാധിക്കില്ലെന്നാണ് രാജ്ഭവന്റെ നിലപാട്. ഇതോടെ സത്യപ്രതിജ്ഞ ഒഴികെ ഇനി രാജ്ഭവനിൽ സർക്കാർ പരിപാടികൾ ഒഴിവാക്കാനാണ് സർക്കാരിന്റെ നീക്കം. ഇക്കാര്യത്തിൽ നിയമപരമായ നടപടികളിലേക്ക് കടക്കാനും സർക്കാർ ആലോചിക്കുന്നുണ്ട്. അതേസമയം പോര് കനക്കുന്നതിനിടെ ഗവർണറുടെ ചുമതലകൾ പാഠ്യവിഷയമാക്കാനും സർക്കാർ തീരുമാനിച്ചു. കഴിഞ്ഞ ദിവസമാണ് രാജ്ഭവനിൽ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രം വെച്ചതിൽ പ്രതിഷേധിച്ച് മന്ത്രി വി ശിവൻകുട്ടി ഇറങ്ങിപ്പോയത്. പിന്നാലെ രാജ്ഭവനും സർക്കാരും നിലപാട് ഘടിപ്പിച്ചു. ഭാരതാംബയുടെ ചിത്രം മാറ്റാൻ സാധിക്കില്ലെന്നും എല്ലാ ഉദ്ഘാടനത്തിനും ചിത്രം അവിടെ തന്നെ ഉണ്ടാകുമെന്നുമാണ് രാജ്ഭവന്റെ നിലപാട്. ഇതോടെ രാജ്ഭവനിൽ സർക്കാർ പരിപാടികൾ നടക്കാനുള്ള സാധ്യതകൾ മങ്ങി. സത്യപ്രതിജ്ഞ ഒഴികെയുള്ള സർക്കാർ പരിപാടികൾ ഇനി രാജ്ഭവനിൽ വെച്ച് നടത്തേണ്ടതില്ലെന്നാണ് സർക്കാരിന്റെ പക്ഷം. ഇതിനായി നിയമപരമായ നടപടികളിലേക്ക് കടക്കാനും സർക്കാർ നീക്കം തുടങ്ങി. വിവാദത്തിൽ സർക്കാരിന് എന്തൊക്കെ ചെയ്യാനാകുമെന്ന് ലോ സെക്രട്ടറിയോട് സർക്കാർ നിയമോപദേശം തേടി. രാജ്ഭവനിലെ പരിപാടിയിൽ എന്തൊക്കെ ചിഹ്നങ്ങൾ വയ്ക്കണമെന്ന പ്രോട്ടോകോൾ നിലവിലുണ്ടോ, ഇക്കാര്യത്തിൽ മന്ത്രിസഭയ്ക്ക് ഉപദേശം നൽകാനാകുമോ എന്നീ കാര്യങ്ങളിലാണ് ചീഫ് സെക്രട്ടറി നിയമോപദേശം തേടിയത്. മറുപടിക്ക് ശേഷം സർക്കാർ തുടർ നടപടികൾ സ്വീകരിക്കും. ഇന്ത്യയുടെ ഭരണഘടനയിൽ എവിടെയാണ് ഗവർണറുടെ പടത്തിലുള്ള ഇന്ത്യയുടെ മാപ്പ്? അത് ഇന്ത്യയുടെ മാപ്പല്ല, ഭരണഘടനയിലുള്ള ഇന്ത്യ മാപ്പല്ല. അത് അഖണ്ഡ ഭാരതത്തിന്റെ സങ്കല്പം വെച്ചുള്ളതാണ്. എവിടെ ഇന്ത്യൻ ഭരണഘടനയില്ല കാവിക്കൊടിയുള്ളത്? അതേസമയം പോര് കനക്കുന്നതിനിടെ ഗവർണറുടെ ചുമതലകൾ പാഠ്യവിഷയമാക്കാൻ ഒരുങ്ങുകയാണ് സർക്കാർ. ഗവർണറുടെ ഭരണപരമായ അധികാരങ്ങൾ സിലബസിൽ ഉൾപ്പെടുത്തും. ഗവർണറുടെ ഭരണഘടനാപരമായ അധികാരങ്ങൾ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ഈ വർഷം 10ാം ക്ലാസ്സിലെ 2ാം വോളിയത്തിൽ ഉൾപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഇത് കൂടാതെ 11, 12 ക്ലാസ്സിലത്തേക്കുള്ള പാഠപുസ്തകങ്ങൾ പുതുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ പുതുക്കുന്ന അവസരത്തിൽ ഏതെല്ലാം ഭാഗത്ത് ഉൾപ്പെടുത്താൻ കഴിയുമോ ആ ഭാഗത്തൊക്കെ തന്നെ ഗവർണറുടെ ഭരണഘടനാപരമായ അധികാരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉൾപ്പെടുത്തുന്നതാണ്. എന്നാൽ മന്ത്രിക്കെതിരായ പ്രസ്താവനയിൽ വിവാദം അവസാനിപ്പിക്കാനാണ് രാജ്ഭവന്റെ തീരുമാനം. പ്രോട്ടോകോൾ ലംഘനത്തിൽ വി ശിവൻകുട്ടിക്കെതിരെ രാജ്ഭവൻ കൂടുതൽ നടപടികളിലേക്ക് കടക്കില്ല. എങ്കിലും മന്ത്രി വി ശിവൻകുട്ടിയോടുള്ള അതൃപ്തി ഗവർണർ മുഖ്യമന്ത്രിയെ അറിയിച്ചേക്കും. അങ്ങനെയെങ്കിൽ ഭരണഘടനാ കീഴ്വഴക്കം ചൂണ്ടിക്കാട്ടി മറുപടി നൽകാനാണ് സർക്കാരിന്റെ തീരുമാനം. CPM തുടർന്ന് സ്വീകരിക്കാൻ പോകുന്ന രാഷ്ട്രീയ നിലപാടുകളുടെ തുടക്കം മാത്രമാണിതെന്നാണ് രാജ്ഭവന്റെ വിലയിരുത്തൽ. ഗവർണറായി ചുമതലയേറ്റെടുത്ത ശേഷം സർക്കാരുമായി സംയമനപാതയിലായിരുന്ന രാജേന്ദ്ര അർലേക്കർ സർക്കാരിനെതിരെ കടുത്ത നിലപാട് ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. എന്നാൽ പുതിയ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഗവർണറുടെ തുടർ നീക്കങ്ങൾ എന്താകുമെന്നതും കണ്ടറിയണം. അതേസമയം മന്ത്രി വി ശിവൻകുട്ടിയുടെ നടപടി കോൺഗ്രസ് സ്വാഗതം ചെയ്തു. അല്ല, ഇന്നലെ ശിവൻകുട്ടിയുടെ തീരുമാനത്തിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നന്നായി, അത് തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷേ മുഖ്യമന്ത്രി ഒരു കാര്യം ചെയ്യാം, ഈ ഒളിച്ചുകളി അവസാനിപ്പിച്ച് ഗവർണർക്ക് ശക്തമായിട്ട് കത്ത് നൽകുക. രാജ്ഭവനെ കാവ്യവൽക്കരിക്കാനുള്ള നടപടിയിൽ നിന്ന് ഗവർണർ പിന്മാറണമെന്നാവശ്യപ്പെട്ട് SFI പ്രതിഷേധം ശക്തമാക്കി. രാജ്ഭവനിലേക്ക് SFI മാർച്ച് നടത്തി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഇറാൻ ഇസ്രായേൽ സംഘർഷം 8ാം ദിവസവും രൂക്ഷമായി തുടരുന്നു. ഇസ്രായേലിലെ 4 കേന്ദ്രങ്ങളിൽ ഇറാൻ ആക്രമണം നടത്തി. ഇസ്രായേലിന്റെ ഇന്റലിജൻസ് ആസ്ഥാനം ആക്രമിച്ചെന്നും ഇറാൻ അവകാശവാദം ഉന്നയിച്ചു. അതേസമയം സംഘർഷത്തിൽ അമേരിക്ക ഇടപെടണോ എന്നതിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ തീരുമാനമുണ്ടാകുമെന്ന് വൈറ്റ് ഹൌസ് വ്യക്തമാക്കി. പശ്ചിമേഷ്യയിലെ സായുധ സംഘർഷത്തിൽ അമേരിക്ക നേരിട്ട് പങ്കാളിയാകുമെന്ന ആശങ്ക നിലനിൽക്കെ പരസ്പരം ആക്രമണം കടുപ്പിക്കുകയാണ് ഇസ്രയേലും ഇറാനും. ഇസ്രയേലിലെ 4 കേന്ദ്രങ്ങളിൽ ഇറാൻ ആക്രമണം നടത്തി. ടെല്ലവീവിനോട് ചേർന്ന പ്രദേശങ്ങളിൽ നടത്തിയ ആക്രമണത്തിൽ കെട്ടിടങ്ങൾക്കടക്കം വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. ഇസ്രയേലി നഗരങ്ങളിൽ ഇറാൻ ക്ലസ്റ്റർ ബോംബുകൾ പ്രയോഗിച്ചെന്നും വിവരമുണ്ട്. ഇസ്രയേലിന്റെ മിലിറ്ററി ഇന്റലിജൻസ് ക്യാമ്പിന് നേരെ ആക്രമണം നടത്തിയെന്ന അവകാശവാദവും ഇറാൻ ഉന്നയിച്ചു. ഇസ്രയേൽ ആക്രമണത്തിൽ കിഴക്കൻ ടെഹ്റാനിൽ വൻ നാശനഷ്ടം സംഭവിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റു.
അതേസമയം സംഘർഷത്തിൽ അമേരിക്ക ഇടപെടണോ എന്നതിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ തീരുമാനമുണ്ടാകുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. I have a message directly from the president, and I quote, "Based on the fact that there's a substantial chance of negotiations that may or may not take place with Iran in the near future, I will make my decision whether or not to go within the next 2 weeks." That's a quote directly from the president for all of you today. എന്നാൽ ഇറാനെതിരായ ആക്രമണത്തിൽ ഇസ്രയേലിന് ആരുടെയും സഹായം ആവശ്യമില്ലെന്ന് ബെഞ്ചമിൻ നെതന്യാഹു നിലപാട് വ്യക്തമാക്കി. ועל מה הוא נשען? על מה כל ציר הרשע הזה? על מה כל האיום במזרח התיכון? איראן. ואם אנחנו, איך אומרים את זה באנגלית? cut them down to size. അതിനിടെ ഇറാനുമായി യൂറോപ്യൻ യൂണിയന്റെ സുപ്രധാന സമവായ യോഗവും ഇന്ന് നടക്കും. ചർച്ചയിൽ ഇറാന്റെ നിലപാടനുസരിച്ചായിരിക്കും തുടർ നീക്കങ്ങളിൽ US തീരുമാനമെടുക്കുക. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഇന്ത്യൻ ആവശ്യം അംഗീകരിച്ച ഇറാൻ ഇന്ത്യയ്ക്കായി വ്യോമപാത തുറന്നു. ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി ആദ്യ ബാച്ച് വിദ്യാർത്ഥികൾ ഇന്ന് രാത്രി ഡൽഹിയിലെത്തും. ഇറാന്റെ വിവിധ നഗരങ്ങളിൽ നിന്നായി 1000-ഓളം വിദ്യാർത്ഥികളെ അടുത്ത 2 ദിവസത്തിനുള്ളിൽ ഇന്ത്യയിലെത്തിക്കും. നിലവിലെ സമയക്രമം അനുസരിച്ച് ആദ്യ വിമാനം രാത്രി 11 മണിക്ക് ഡൽഹിയിലെത്തും. രണ്ടാമത്തെയും മൂന്നാമത്തെയും വിമാനങ്ങൾ നാളെ രാവിലെയും വൈകിട്ടുമായി എത്തും. ഇറാൻ ഇസ്രായേൽ വ്യോമാക്രമണം ശക്തമായതിനെ തുടർന്നാണ് ഇറാൻ വ്യോമാതിർത്തി അടച്ചത്. ഇന്ത്യൻ ആവശ്യപ്രകാരം ഇന്ത്യൻ വിമാനത്തിനായി പ്രത്യേക വ്യോമ ഇടനാഴി അനുവദിക്കുകയായിരുന്നു. 4000-ലധികം ഇന്ത്യക്കാരാണ് നിലവിൽ ഇറാനിലുള്ളത്. അതിൽ പകുതിയും വിദ്യാർത്ഥികളാണ്. 110 വിദ്യാർത്ഥികളുമായുള്ള ആദ്യ വിമാനം കഴിഞ്ഞ ദിവസം ഇന്ത്യയിലെത്തിയിരുന്നു. ഇസ്രായേൽ ഇറാൻ മിസൈൽ ആക്രമണങ്ങൾ തുടരുന്നതിനിടെ ടെഹ്റാനിൽ ഇസ്രായേലിനെതിരെ വൻ ജനകീയ പ്രക്ഷോഭം. ലക്ഷക്കണക്കിന് ആളുകളാണ് പ്രക്ഷോഭത്തിൽ അണിനിരന്നതെന്ന് അൽ ജസീറ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു. സംഘർഷത്തിൽ പ്രധാന യൂറോപ്യൻ രാജ്യങ്ങളുടെ പിന്തുണ ഉറപ്പിക്കാനായി UK, ജർമ്മനി, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളുടെ വിദേശകാര്യമന്ത്രിമാരുമായുള്ള ഇറാൻ വിദേശകാര്യമന്ത്രി ഉടൻ കൂടിക്കാഴ്ച നടത്തും. സിവിലിയൻ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള സൈനിക ആക്രമണങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് സൗദി അറേബ്യ പ്രതികരിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ വെടിനിർത്തൽ കരാറിനായി ഇന്ത്യയോട് അഭ്യർത്ഥിക്കുകയായിരുന്നുവെന്ന് സ്ഥിരീകരിച്ചു പാകിസ്ഥാൻ. നൂർഖാൻ ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാന വ്യോമസേനാ താവളങ്ങൾ ഇന്ത്യ ആക്രമിച്ചതിന് പിന്നാലെയാണ് വെടിനിർത്തലിന് നിർബന്ധിതരായതെന്നും പാക് ഉപപ്രധാനമന്ത്രി ഇഷ്ഹാഖ് ധർ വെളിപ്പെടുത്തി. ഇന്ത്യയുടെ നീക്കമുണ്ടായപ്പോൾ അമേരിക്കയുടെ ഇടപെടലിനായി സമീപിച്ചുവെന്നും സൗദി അറേബ്യയുടെ സഹായം സ്വീകരിച്ചതായും TV ചർച്ചയിൽ ഇഷ്ഹാഖ് ധർ പറഞ്ഞു. ഇന്ത്യയ്ക്ക് ശക്തമായ മറുപടി നൽകിയെന്ന് അവകാശവാദം ഉന്നയിക്കുന്ന പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിന്റെയും സൈനിക ഉദ്യോഗസ്ഥരുടെയും പ്രസ്താവനകൾക്ക് വിരുദ്ധമാണ് ഇഷ്ഹാഖ് ധറിന്റെ കുറ്റസമ്മതം. प्राइम मिनिस्टर ने ऑथराइज किया आर्म फोर्सेस को, डिटेल तय हो गई कि हमने क्या रोल आउट करना है, और वो हमने 4 बजे के बाद शुरू किया. ये उनकी फिर एक बदकिस्मती मैं कहूँगा इंडिया की कि उन्होंने 2:30 बजे फिर वही हरकत कर दी कि जी नूर खान एयरबेस पे, शोरकोट एयरबेस पे, 2 एयरपोर्ट्स पे उन्होंने फिर अटैक किए उसी रात को, 6 और 7 की दरमियानी रात को. तो वो उन्होंने जो कोशिश की, तो उसके बाद बाय द वे उसके बाद विद इन 45 मिनट्स मुझे सऊदी प्रिंस फैसल साहब का फोन आया और उन्होंने मुझे वही बात की कि ब्रदर आई जस्ट अंडरस्टूड कि जी आपकी बात हुई है रूबियो से, और अपना एम आई ऑथोराइज टू टॉक टू जयशंकर ऑल्सो एंड कन्वे के यू आर रेडी इफ दे स्टॉप. आई से यस ब्रदर यू कैन. और उन्होंने मुझे वापस फोन भी किया. നിലമ്പൂരിൽ കണക്കുകളിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ് UDFും LDFും. 5000-നും 10,000-നും ഇടയിൽ ഭൂരിപക്ഷം നേടുമെന്ന് UDF കണക്കുകൂട്ടുമ്പോൾ ഇത്തവണ ജയിക്കുമെന്ന് തന്നെയാണ് LDFിന്റെ പ്രതീക്ഷ. അതിനിടെ 75.27% നിലമ്പൂരിലെ പോളിംഗ്. നിലമ്പൂരിൽ സഖാവ് കുഞ്ഞാലിക്ക് ശേഷം പാർട്ടി ചിഹ്നത്തിൽ M സ്വരാജ് ജയിക്കുമെന്ന് LDF കരുതുന്നതിന്റെ കാരണങ്ങൾ ഇപ്രകാരമാണ്. LDFിന്റെ ഉറച്ച പഞ്ചായത്തുകളായ അമരമ്പലത്തും പോത്തുകലിലും മികച്ച ലീഡ് സ്വന്തമാക്കും. നഗരസഭയിലും LDFിന് അനുകൂലമായ സാഹചര്യമുണ്ട്. വഴിക്കടവിലും മൂത്തേടത്തും UDF മുന്നേറിയാലും അമരമ്പലവും പോത്തുകല്ലും നഗരസഭയും വെച്ച് LDFിനത് മറികടക്കാൻ കഴിയും. എടക്കരയിലും ചുങ്കത്തറയിലും കരുളായിലും ഒപ്പത്തിനൊപ്പം നിൽക്കാനും കഴിയും. പുതിയ വോട്ടർമാരിൽ ഭൂരിഭാഗവും സ്വരാജിന് വോട്ട് ചെയ്തു എന്നാണ് ഇടതുപക്ഷത്തിന്റെ വിലയിരുത്തൽ. നായർ, ഇഴവ വിഭാഗങ്ങളിൽ നിന്നുള്ള വോട്ടുകളിലും LDF പ്രതീക്ഷ വയ്ക്കുന്നു. ഇതിനെല്ലാം പുറമെ UDFിന്റെ കോട്ടകളിൽ അൻവർ നേടുന്ന വോട്ടുകൾ ഗുണം ചെയ്യുക LDFിനാകുമെന്നാണ് വിലയിരുത്തൽ. ജമായത്തെ വിഷയവും VV പ്രകാശിന്റെ കുടുംബത്തിന്റെ നിലപാടും അടിയൊഴുക്കുകളാകുമെന്നും LDF കരുതുന്നു. നല്ല പ്രതീക്ഷയാണ്, നല്ല വിജയപ്രതീക്ഷയാണ്. മികച്ച വിജയം LDF നേടും എന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും ആ അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ യാതൊരു മാറ്റവുമില്ല.
നിലമ്പൂരിൽ ഒരു മാറ്റം പ്രകടമായിരുന്നു. തീർച്ചയായിട്ടും LDFന് മികച്ച വിജയം നിലമ്പൂർ നൽകും എന്ന ഉറച്ച പ്രതീക്ഷയാണ് ഉള്ളത്. ആര്യടൻ ഷൗക്കത്ത് 5000-നും 10,000-നും ഇടയിൽ ഭൂരിപക്ഷം നേടുമെന്നാണ് UDFന്റെ പ്രതീക്ഷ. അമരമ്പലം ഒഴികെ വഴിക്കടവിലും മൂത്തേടത്തും ഇടക്കരയിലും മികച്ച മുന്നേറ്റം നടത്താൻ കഴിയുമെന്നാണ് UDFന്റെ വിലയിരുത്തൽ. പോത്തുകലിൽ ഒപ്പത്തിനൊപ്പം നിൽക്കുമെന്നും UDF കണക്കാക്കുന്നു. കാലങ്ങളായി UDFന് ലഭിക്കാത്ത വോട്ടുകളാകും അൻവർ നേടുക. അതിനു പുറമെ അൻവർ നേടുന്ന വോട്ടുകളിൽ ഭൂരിഭാഗവും LDFിൽ നിന്നാകും. അതുകൊണ്ട് തന്നെ അൻവർ നേടുന്ന വോട്ടുകൾ UDFന് തിരിച്ചടിയാകില്ല. ഭരണവിരുദ്ധ വികാരം, മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ തുടങ്ങിയവ വോട്ടായി മാറുമെന്നും UDF പ്രതീക്ഷിക്കുന്നുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിൽ 15,000 വോട്ടിന് മുകളിലുള്ള ഭൂരിപക്ഷമാണ് പ്രതീക്ഷിച്ചിരുന്നത്. ഞങ്ങളുടെ ചില കണക്കുകൂട്ടലുകൾക്കനുസരിച്ചാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ അത് ഞങ്ങൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ഭൂരിപക്ഷം ഞങ്ങൾക്കുണ്ടാവും. എന്നാൽ VV പ്രകാശിന്റെ കുടുംബത്തിന്റെ നിലപാട് അൻവർ വിഷയത്തിൽ ലീഗിനെ പരിഗണിച്ചില്ലെന്ന ആരോപണം ക്രൈസ്തവ വോട്ടുകൾ BJPയിലേക്ക് ചായുമോ എന്ന ആശങ്കയും UDFനുണ്ട്. PV അൻവർ നേടുന്ന വോട്ടുകൾ ജയപരാജയം നിശ്ചയിക്കുന്നതിൽ നിർണായകമാകുമെന്ന് ഇരുമുന്നണികളും വിലയിരുത്തുമ്പോൾ ചാലിയാറിലെ കുത്തൊഴുക്ക് പോലെ ശക്തമായ അടിയൊഴുക്കുണ്ടായാൽ ആരാകും നിലതെറ്റി വീഴുക എന്നത് കാത്തിരുന്ന് കാണണം. ന്യൂസ് 18 മലപ്പുറം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്ക് വിജയസാധ്യതയെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ. UDFിലെ തർക്കങ്ങളും PV അൻവറിന്റെ സ്ഥാനാർത്ഥിത്വവുമാണ് അനുകൂലമായത്. അൻവർ പിടിക്കുന്ന വോട്ടുകളിൽ ഭൂരിഭാഗവും UDFിന്റേതാകുമെന്നും CPM വിലയിരുത്തുന്നു. LDFന് വലിയ വിജയം നേടാനാകുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല രീതിയിലുള്ള പ്രവർത്തനം സംഘടിപ്പിച്ചിട്ടുണ്ട്. നല്ല രീതിയിലുള്ള സ്വീകരണം ജനങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. പോളിംഗും അത് തന്നെയാണ് കാണിക്കുന്നത്. നല്ല രീതിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചെയ്യും. നിലമ്പൂരിൽ BJP വോട്ട് LDFന് ചോർന്നെന്ന സാധ്യത തള്ളാതെ മുസ്ലിം ലീഗ്. BJP LDF സഹകരണം പ്രകടമാകാൻ സാധ്യതയുള്ള മണ്ഡലമാണ് നിലമ്പൂർ. ഇത് സംബന്ധിച്ച ബൂത്ത് കണക്കുകൾ UDF ശേഖരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവിനെ വിലയിരുത്തുന്നതാകില്ല നിലമ്പൂർ തെരഞ്ഞെടുപ്പെന്നും PK കുഞ്ഞാലിക്കുട്ടി ന്യൂസ് 18നോട് പറഞ്ഞു. അത് എനിക്കറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഇടതുപക്ഷത്തിന്റെ MLA ആയി തുടർന്ന ഒരാളാണ്. എല്ലാവിധ അദ്ദേഹത്തിന്റെ ബന്ധവും കാര്യങ്ങളും ഒക്കെ അവരുമായിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടുന്ന് അദ്ദേഹം എത്ര വോട്ട് പിടിക്കുമെന്ന് ഞാൻ എങ്ങനെ പറയും? UDFന്റെ വോട്ട് അധികം പോകാനുള്ള ഒരു വഴിയില്ല. കോൺഗ്രസ് നേതൃത്വത്തിനെതിരായ ശശി തരൂരിന്റെ വിവാദങ്ങൾക്ക് വഴിവെക്കുന്ന വിമർശനങ്ങൾക്ക് മറുപടി നൽകേണ്ടെന്ന നിലപാടിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം. പരസ്യ പ്രതികരണങ്ങൾ നടത്തി തരൂരിനെ കൂടുതൽ പ്രകോപിപ്പിക്കേണ്ടെന്നാണ് തീരുമാനം. അതേസമയം തരൂരിന്റെ രാഷ്ട്രീയ നീക്കങ്ങളെ ജാഗ്രതയോടെയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് നിരീക്ഷിക്കുന്നത്. ലേഖന വിവാദത്തിനും വിദേശ പര്യടനത്തിനിടയിലെ മോദി സ്തുതിക്കും പിന്നാലെ പാർട്ടി അഭിമാന പോരാട്ടം നടത്തുന്ന നിലമ്പൂരിലെ വിധി ദിനത്തിൽ നേതൃത്വത്തെ വെട്ടിലാക്കിക്കൊണ്ട് തരൂർ നടത്തിയ പ്രതികരണങ്ങൾ രാഷ്ട്രീയ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് നടത്തിയ ബോധപൂർവമായ നീക്കമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. പാർട്ടിയോട് അനിഷ്ടമില്ലെന്ന് പറയുകയും നേതൃത്വത്തിനെതിരെ തുടർച്ചയായി കടന്നാക്രമണം നടത്തുകയും ചെയ്യുന്നതാണ് തരൂരിന്റെ നീക്കങ്ങളിൽ അഭ്യൂഹങ്ങൾ വർദ്ധിപ്പിക്കുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ക്ഷണം ലഭിച്ചില്ലെന്ന തരൂരിന്റെ പരിഭവം താരപ്രചാരകരുടെ പട്ടിക പുറത്തുവിട്ട് അടിസ്ഥാനരഹിതമെന്ന് നേതൃത്വം പ്രതിരോധിക്കുമ്പോഴും പരസ്യ പ്രതികരണത്തിന് മുതിർന്ന നേതാക്കൾ തയ്യാറാകാത്തത് ഹൈക്കമാൻഡ് നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലെന്നാണ് സൂചന. അല്ല, അതിൽ ഒരു ഗ്യാപ്പ് വന്നു. മറ്റൊന്നുമല്ല, അദ്ദേഹം ഡെലിഗേഷന്റെ ഭാഗമായിട്ട് വിദേശത്താണെന്ന് പത്രങ്ങളിലൊക്കെ വാർത്തയുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം ആകെ 2 ദിവസമാണ് ഡൽഹിയിലേക്ക് വന്നത്. ആ സമയത്ത് പ്രധാനമന്ത്രിയുമായിട്ടുള്ള ഒരു ഡിസ്കഷനൊക്കെ ഉള്ളതുകൊണ്ട് അദ്ദേഹം അവൈലബിൾ ആണോ എന്ന് അറിയാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിനെ ബന്ധപ്പെടാതിരുന്നത്. തരൂരിനെ പ്രവർത്തക സമിതി അംഗത്വത്തിൽ നിന്ന് പുറത്താക്കണമെന്നതുൾപ്പെടെ കടുത്ത അച്ചടക്ക നടപടിക്ക് ദേശീയ നേതൃത്വം തയ്യാറാകണമെന്ന നിലപാടിലാണ് സംസ്ഥാനത്ത് നിന്നുള്ള ഒരു വിഭാഗം നേതാക്കൾ. എന്നാൽ തരൂരിനെതിരെ തിടുക്കത്തിൽ നടപടിക്ക് മുതിർന്നാൽ BJP അത് രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുമെന്ന വിലയിരുത്തലാണ് കോൺഗ്രസ് നേതൃത്വത്തെ കുഴയ്ക്കുന്നത്. പിന്നെ നമുക്കെല്ലാം അറിയാം, ഈ ദിവസങ്ങളിൽ അദ്ദേഹം വിദേശത്തായിരുന്നു അധികം നാളുകളിലും. അതേപോലെ തന്നെ ഡൽഹിയിലായിരുന്നു. കേരളത്തിൽ വന്നോന്ന് തന്നെ എനിക്കറിയില്ല. എല്ലാവരും അങ്ങോട്ട് വന്ന് ഇലക്ഷന് സഹകരിക്കുകയായിരുന്നു. പ്രത്യേകിച്ചൊന്നും അതിൽ പറയാനില്ല. അതേസമയം നേതൃത്വവുമായി അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന ശശി തരൂരിന്റെ തുറന്നു പറച്ചിൽ ഇനിയും തുടർ പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്നതിന്റെ സൂചനയായാണ് കോൺഗ്രസ് കേന്ദ്രങ്ങൾ കരുതുന്നത്. നയതന്ത്ര രംഗത്തെ ഉന്നത പദവിയിലേക്ക് ശശി തരൂരിനെ കേന്ദ്ര സർക്കാർ പരിഗണിച്ചേക്കുമെന്ന അഭ്യൂഹങ്ങൾ ഏറുന്നതിനിടയിലാണ് റഷ്യൻ സന്ദർശനത്തിനായി തരൂർ തലസ്ഥാനം വിട്ടിരിക്കുന്നത്. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം.
ബീഹാറിൽ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയോടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച NDA മുഖ്യമന്ത്രി നിതീഷ് കുമാറും മോദിക്കൊപ്പം പങ്കെടുത്തു. സംസ്ഥാനത്ത് 5700 കോടി രൂപയുടെ വിവിധ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. റെയിൽവേ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി 400 കോടിയിലധികം രൂപ ചെലവിൽ നിർമ്മിച്ച വൈശാലി ഡിയോറിയ റെയിൽവേ ലൈൻ പദ്ധതിയും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഈ പാതയിൽ ഒരു പുതിയ ട്രെയിൻ സർവീസും ആരംഭിച്ചു. കൂടാതെ മുസാഫർപൂർ ബേട്ടിയ വഴി പട്ലിപുത്ര ഖൊരഗ്പൂർ വന്ദേ ഭാരത് എക്സ്പ്രസ് പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. വീണ്ടും വാർത്തയിലേക്ക്. പെരിങ്ങോട്ടുകര ക്ഷേത്രം തന്ത്രിക്കെതിരായ കേസിൽ കർണാടക പോലീസിനെതിരെ പരാതിയുമായി കുടുംബം. കേസിൽ നിന്ന് ഒഴിവാക്കാൻ 2 കോടി രൂപ ആവശ്യപ്പെട്ടെന്ന് കാട്ടി തൃശൂർ അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ തന്ത്രിയുടെ ഭാര്യ പരാതി നൽകി. സംഭവത്തിൽ ഉണ്ണി ദാമോദരൻ നിരപരാധിയാണെന്നും കേസിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നും പരാതിയിൽ ആവശ്യമുന്നയിച്ചിട്ടുണ്ട്. പെരിങ്ങോട്ടുകര ക്ഷേത്രം തന്ത്രി ഉണ്ണി ദാമോദരനെതിരെയുള്ള കേസിൽ കർണാടക പോലീസിനെതിരെ പരാതിയുമായി കുടുംബം. കേസിൽ നിന്ന് ഒഴിവാക്കാൻ കർണാടക പോലീസ് 2 കോടി രൂപ ആവശ്യപ്പെട്ടെന്ന് കാട്ടി തൃശൂർ അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ തന്ത്രിയുടെ ഭാര്യ പരാതി നൽകി. ബെല്ലന്തൂർ പോലീസ് പലതരത്തിൽ മാനസികമായി പീഡിപ്പിക്കുന്നെന്നും പരാതിയിൽ പറയുന്നു. അതേസമയം ക്ഷേത്രം തന്ത്രിയുടെ സഹോദരനും മക്കൾക്കുമെതിരെ പോലീസ് നേരത്തെ രജിസ്റ്റർ ചെയ്ത കേസിന്റെ വിശദാംശങ്ങളും കുടുംബാംഗങ്ങൾ പുറത്തുവിട്ടു. ഭണ്ഡാരം മോഷ്ടിക്കലും ആക്രമണവും ഉൾപ്പെടെ 5 കേസുകളാണ് ചാർജ് ചെയ്തിട്ടുള്ളത്. തന്ത്രിക്കും മരുമകനുമെതിരെ പീഡനപരാതിയുമായി വന്ന സ്ത്രീ ഗൂഢാലോചനക്കാരുടെ പെൺസുഹൃത്താണെന്നും പരാതിയിൽ പറയുന്നുണ്ട്. ക്ഷേത്രം തന്ത്രി ഉണ്ണി ദാമോദരനെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ലെന്നാണ് പോലീസിന്റെ വിശദീകരണം. ഉണ്ണി ദാമോദരനെ കാണാതായതുമായി ബന്ധപ്പെട്ട് കുടുംബം നൽകിയ പരാതിയിൽ തൃശൂർ അന്തിക്കാട് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. പിതാവിനെയും സഹോദരിയുടെ ഭർത്താവിനെയും കള്ളക്കേസിൽ കുടുക്കിയതാണെന്ന് കാട്ടി കഴിഞ്ഞ ദിവസമാണ് ഉണ്ണി ദാമോദരന്റെ മകൾ ഉണ്ണിമായ പോലീസിൽ പരാതി നൽകിയത്. പൂജ നടത്താനെത്തിയ കർണാടക സ്വദേശിയായ യുവതിയെ പീഡിപ്പിച്ചെന്ന പരാതിയിലായിരുന്നു തന്ത്രിയുടെ മരുമകൻ അരുണിനെ ബാംഗ്ലൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ന്യൂസ് 18 കൊച്ചി. കാസർഗോഡ് KSRTC ഡ്രൈവറുടെ അപകടയാത്ര മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ദീർഘദൂരം വാഹനമോടിക്കുന്ന ദൃശ്യം പുറത്ത്. കാസർഗോഡ് ഡിപ്പോയിൽ നിന്നും പുറപ്പെട്ട KSRTC ബസ്സിലെ ഡ്രൈവർ KM കൃഷ്ണഭട്ടാണ് അപകടകരമാം വിധം വാഹനമോടിച്ചത്. താമരശ്ശേരി ഷഹബാസ് വധക്കേസിലെ പ്രതികൾക്ക് +1 പ്രവേശനം നൽകിയതിൽ പ്രതിഷേധവുമായി വിദ്യാർത്ഥി സംഘടനകൾ. വിദ്യാർത്ഥികളെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് രക്ഷകർത്താക്കളും സമരം തുടങ്ങി. ഷഹബാസ് വധക്കേസിൽ പ്രതികളായ 2 വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകിയ ഈങ്ങാപ്പുഴ MGM ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിലാണ് പ്രതിഷേധം. സ്കൂളിലേക്ക് മാർച്ച് നടത്തിയ KSU MSF പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്ന് സ്കൂളിലേക്ക് കടക്കാൻ ശ്രമിച്ചത് നേരിയ സംഘർഷത്തിന് ഇടയാക്കി. പ്രതികളായ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകിയ സ്കൂൾ അധികൃതർക്കെതിരെ മറ്റു വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളും രംഗത്തെത്തി. മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും കുട്ടികളെ പുറത്താക്കാൻ നടപടി ഉണ്ടായില്ലെങ്കിൽ തങ്ങളുടെ കുട്ടികളെ സ്കൂളിൽ നിന്ന് പിൻവലിക്കുമെന്ന് രക്ഷകർത്താക്കൾ മുന്നറിയിപ്പ് നൽകി. BJPയും സ്കൂളിനെതിരെ പ്രതിഷേധവുമായി രംഗത്തു വന്നു. ഇവർ പ്രായത്തിൽ കുറഞ്ഞ ആൾക്കാരാണ് എങ്കിൽ ഇവിടെ ചൈൽഡ് തരത്തിലുള്ള കുട്ടികളുടെ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ സ്കൂൾ മാനേജ്മെന്റും PTA-യുമായി ആലോചിച്ച ശേഷം നടപടിയെടുക്കാമെന്ന് ഉറപ്പു നൽകിയതോടെയാണ് പ്രതിഷേധക്കാർ പിരിഞ്ഞത്. താമരശ്ശേരിയിലെ ട്യൂഷൻ സെന്ററിന് സമീപമുണ്ടായ വിദ്യാർത്ഥി സംഘർഷത്തിനിടെ പരിക്കേറ്റാണ് ഷഹബാസ് മരിച്ചത്. കേസിൽ പ്രതികളായ വിദ്യാർത്ഥികൾ ഒബ്സർവേഷൻ ഹോമിൽ നിന്നും പരീക്ഷ എഴുതുകയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് പ്രതികൾക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. ന്യൂസ് 18 കോഴിക്കോട്. സൈബർ തട്ടിപ്പിനിരയായി ഗായിക അമൃത സുരേഷ്. ബന്ധുവിന്റെ വാട്സപ്പിൽ നിന്നുമാണ് പണം ആവശ്യപ്പെട്ട് സന്ദേശം എത്തിയത്. ആദ്യം 45,000 രൂപ നൽകി, പിന്നീട് 30,000 രൂപ കൂടി ആവശ്യപ്പെട്ടപ്പോഴാണ് സംശയം തോന്നിയത്. ബന്ധുവിനെ വിളിച്ച് അന്വേഷിച്ചപ്പോഴാണ് തട്ടിപ്പിനിരയായ വിവരം അറിഞ്ഞതെന്ന് അമൃത ന്യൂസ് 18നോട് പറഞ്ഞു. യൂട്യൂബ് ചാനലിലൂടെയാണ് തട്ടിപ്പ് വിവരം അമൃത സുരേഷ് പുറത്തു പറയുന്നത്. റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ ഇരിക്കുന്ന സമയത്താണ് ബന്ധുവിന്റെ വാട്സപ്പ് നമ്പറിൽ നിന്നും പണം ആവശ്യപ്പെട്ട് സന്ദേശമെത്തിയത്. 45,000 രൂപ അത്യാവശ്യമായി വേണമെന്നും തന്റെ UPIക്ക് എന്തോ പ്രശ്നമുള്ളതിനാൽ മറ്റൊരാളുടെ അക്കൗണ്ടിലേക്ക് അയക്കണമെന്നും ആവശ്യപ്പെട്ടു. ഉടൻ പണം നൽകി. വീണ്ടും 30,000 രൂപ ചോദിച്ചപ്പോഴാണ് സംശയം തോന്നിയത്. നമ്മളുടെ സ്വന്തം എന്ന് പറയുന്ന ബന്ധങ്ങളിലുള്ള ആളുകൾ, അതും ഞങ്ങൾ തമ്മിൽ അങ്ങനത്തെ ഒരു ബന്ധമാണുള്ളത്.
അപ്പം എന്തെങ്കിലും എമർജൻസി വരും, ഞാൻ ചിലപ്പോൾ ചേച്ചിയുടെ അടുത്ത് ചേച്ചി എന്തെങ്കിലും പൈസ ഉണ്ടെങ്കിൽ ഇടൂന്ന് പറയും, അപ്പൊ തന്നെ തിരിച്ചു കൊടുക്കും. അങ്ങനെയൊക്കെ ഉള്ള റിലേഷൻഷിപ്പ് ഉള്ള ഒരാളാണ്. അപ്പൊ നമ്മൾ അധികം വിളിച്ച് ക്ലാരിഫൈ ചെയ്യാൻ ഇല്ലല്ലോ. അപ്പൊ മാത്രമല്ല രാവിലെയും കൂടെ സംസാരിക്കുകയൊക്കെ ചെയ്താണ് ആ വാട്സപ്പില്. അപ്പോ എക്സ്പെക്ട് ചെയ്തില്ല. മാത്രമല്ല ഞാൻ സ്റ്റുഡിയോയിൽ ഇരിക്കുകയായിരുന്നു. തട്ടിപ്പ് നടന്നെന്ന് മനസ്സിലാക്കിയ ഉടൻ തന്നെ അമൃത പോലീസിൽ പരാതി നൽകി. ബീഹാറിൽ നിന്നുള്ള ദീപക് എന്ന വ്യക്തിയുടേതാണ് അക്കൗണ്ട് നമ്പർ എന്ന് കണ്ടെത്തി. എന്നാൽ ഇത് വ്യാജമാണെന്നും പോലീസ് പറഞ്ഞു. ഇനിയും ആ അക്കൗണ്ടിലേക്ക് പണം വന്നാൽ മാത്രമേ നഷ്ടപ്പെട്ട അമൃതയുടെ പണം തിരികെ ലഭിക്കുകയുള്ളൂ. ഇനിയും പണം നഷ്ടമാകാതിരിക്കാൻ അമൃതയുടെ അക്കൗണ്ടും മരവിപ്പിച്ചു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി.